വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കണമെന്നല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ തന്ന പൊരിയാണ് കേട്ടോ. അത് കുറേ കുപ്പിയിലിരിക്കുന്ന കുറച്ചൊക്കെ അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനോണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. മസാല പൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ തോലുള്ള കടലല്ലേ അതാണ് കുറച്ചിട്ട് കൊടുത്ത ഒരു ചെറിയൊരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് വറുത്ത് വന്നപ്പോൾ അതിലേക്ക് 2 കപ്പ് പൊരി ഇട്ട് കൊടുത്തു. പൊരി ഇപ്പോഴും നല്ല ഫ്രഷാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും സംഭവം. പിന്നെ അത് നല്ലോണം നമ്മൾ ആ എണ്ണയിലൊന്ന് വേണമെങ്കിൽ ആ കടല കോരി വെക്കായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ കോരി വെച്ചില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ പൊട്ടണ രീതിയിൽ വറുത്തെടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും പിന്നെ പാകത്തിന് ഉപ്പ് ഓൾറെഡി നമ്മളെ പൊരിയിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഞാനിതാ ഒരു അരക്കപ്പോളം കുക്കുംബർ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ വലിയുള്ളി ഒരു കഷ്ണം ഇടും. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുക. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, അപ്പം ഞാനതേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, കുറേ സമയം വെച്ചേക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കടലൊക്കെയുള്ള നല്ല എരിയുള്ള മിച്ചറില്ലേ അത് കുറച്ചും ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ നാരങ്ങൻ്റെ ഒരു ചെറിയൊരു കഷ്ണം പിഴിഞ്ഞിട്ട് ഒരു തുള്ളി വെച്ച് കൊടുത്തു. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായി. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുത്ത് വീതം വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് തണുക്കാൻ പാടില്ല. ഇത് ഈ ഒരു ഇങ്ങനെ കടിക്കണ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. അടിപൊളിയായിട്ടല്ലേ, സൂപ്പറല്ലേ, എല്ലാവരും ഉണ്ടാക്കിക്കോളി.